ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് മന്തിന്റെ ഓഫർ ആണ് ചെയ്യാൻ പോകുന്നത്. സാരീസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാത്തിന്റെയും ഒറിജിനൽ പ്രൈസും ഓഫർ പ്രൈസും സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. എല്ലാ പ്രൈസും സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് നല്ലൊരു പീച്ച് കളറിലേക്ക് വരുന്നു. മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ഇതിൽ നിറയെ ഇതുപോലെ ത്രെഡിന്റെ ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. നല്ല ഹെവി ഫീൽ തരുന്ന സാരി തന്നെയാണ് കേട്ടോ. സൈഡിലേക്ക് ഇതുപോലെ ബോർഡറിലേക്ക് ചെറിയൊരു ലേസിന്റെ ഒരു ഫിനിഷിംഗ് രണ്ട് സൈഡിലേക്കും വരുന്നുണ്ട്. പ്ലീസ് ഉള്ളിലേക്ക് പോകുന്ന ഭാഗം മാത്രം ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വരുന്നു. മിഡിൽ പോർഷന് താഴേക്ക് വീണ്ടും ആ ഒരു ഹെവി വർക്ക് വരുന്നുണ്ട്. ടിൽ ഇതുപോലെ തന്നെ മുന്താണിയുടെ എൻഡ് ഭാഗം വരെയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല ഹെവി ആയിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട്. സാരി ഹെവി ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. സാരിയുടെ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു സ്ക്രീനിൽ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പ്രൈസ് പറഞ്ഞു പോകുന്നില്ല, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് ആണല്ലോ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നെറ്റ് സാരിയാണ് കേട്ടോ. നെറ്റാണ് ഫാബ്രിക് വരുന്നത്. നെറ്റിന്റെ ഒരു കളർ ഷെയ്ഡ് വരുന്ന പറഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവണ്ടർ കളർ ഷെയ്ഡിലേക്കാണ്. അതിലേക്ക് വൈറ്റ് കളർ ത്രെഡിന്റെയും സ്റ്റോൺസിന്റെയും വർക്കാണ്. സിൽവർ കളർ സ്റ്റോൺസും ആണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന സാരിയാണ് കേട്ടോ. നിങ്ങൾക്ക് സാരി കൊടുക്കാനായിട്ട് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാലോ ഒന്നോ രണ്ടോ പ്രാവശ്യം സാരി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയൊരു സാരി കിട്ടണം. നല്ല ഹെവി വർക്കാണ് സാരിയിലേക്ക് വരുന്നത്. രണ്ട് സൈഡിലേക്കും ബോർഡർ ഒരു ത്രെഡും സ്റ്റോണും വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മുന്താണി വരുന്നത് ഇതുപോലെയാണ്. ഹെവി ആയിട്ട് തന്നെ മുന്താണിയും കൊടുക്കുന്നു. ബ്ലൗസ് പീസ് വരുന്നതും ഇതാണ് കേട്ടോ. ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസിന്റെ ബാക്കിലേക്കും ഇതുണ്ടോ നല്ല ഭംഗിയായിട്ടോ നെക്ക് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. സ്ലീവ് എൻഡിലേക്ക് ഇതാ ഈ ഒരു വർക്കും സ്ലീവിൽ വരും. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ചെറിയ സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ. നല്ലൊരു കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന നല്ലൊരു സാരി. നമുക്ക് പാർട്ടി വെയർ ആയിട്ടോ അല്ലാതെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരി തന്നെയാണ്. നല്ല ഫ്ലോയി ആയിട്ട് എടുക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. ബോഡിയിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഒരു ഡോട്ട് പാറ്റേൺ വരുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും നല്ല ഹെവി ആയിട്ടുള്ള കട്ട് വർക്കാണ് വരുന്നത്. ഒരു മൾട്ടി കളർ കോമ്പിനേഷനിൽ ത്രെഡ് എംബ്രോയിഡറി വർക്കും പോകുന്നുണ്ട്. ഇതുപോലെ മുന്താണി വരുന്നു. ബ്ലൗസ് പീസ് ഇതിന്റെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. സാരിയിൽ ഹെവി വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. അടുത്തെന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ലൊരു വയലറ്റ് ഷെയ്ഡിലേക്ക് നമ്മുടെ ജോർജറ്റ് പോലെ തന്നെ വളരെ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. വൺ സൈഡ് ബോർഡർ ഇതുപോലെ കുറച്ച് ഹെവി ആയിട്ടും ഓപ്പോസിറ്റ് ബോർഡർ വളരെ ചെറുതായിട്ടും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ പറ്റുന്ന സാരി. അതിലേക്ക് ഇതുപോലെ ചുങ്കരി പ്രിന്റുകൾ വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ, ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സിമിൽ സിൽക്കിൽ വളരെ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു പിങ്ക് റാണി പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്നത്. അതിലേക്ക് ഇതുപോലെ ബാന്തിനി പ്രിന്റുകളാണ് ഹെവി ആയിട്ട് പോകുന്നത്. വൺ സൈഡ് ബോർഡർ താഴത്തെ ബോർഡർ കുറച്ച് വലുതായിട്ടും ടോപ്പ് ബോർഡർ കുറച്ച് സിമ്പിൾ ആയിട്ടുമാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ, ബ്ലൗസ് പീസും വിത്ത് ബോർഡറോട് കൂടിയിട്ട് വരുന്ന ബോഡിയിലും പ്രിന്റുകൾ വരുന്നുണ്ട്. അടുത്തെന്ന് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നതാണ് നല്ലൊരു ഡാർക്ക് മെറൂൺ കോഫയിലേക്ക് പോകുന്ന ആ ഒരു കളർ ഷെയ്ഡാണ്. ബോർഡറിലേക്ക് നല്ലൊരു പോയിന്റഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. വൈറ്റ് കളറിൽ ഒരു പിങ്കിന്റെയും പീച്ചിന്റെ എല്ലാം കോമ്പിനേഷൻ, ഗ്രീനും വരുന്നുണ്ട്. ആ ഒരു കോമ്പിനേഷനിലേക്കാണ് ത്രെഡ് വർക്ക് ചെയ്തേക്കുന്നത്. ഇതുപോലെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബ്ലൗസ് പീസിലും ആ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സാരിയിൽ വരുന്ന ആ ഒരു സെയിം ബോർഡർ തന്നെ ബ്ലൗസിലേക്കും സ്ലീവിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ല ഭംഗിയുള്ള റാണി പിങ്ക് കളർ ഷെയ്ഡിലേക്ക് ഫർ സാരി ആണ് വരുന്നത്. അതിൻ്റെ ഫർ ഡിസൈനും ആ ത്രെഡിന്റെ വീവിങ്ങും പോകുന്നുണ്ട്. ഫുൾ സാരി സെയിം ടോണിലേക്ക് സെയിം പാറ്റേണിലേക്കും വരുന്നു. എൻഡിലേക്ക് മാത്രം ഇതുപോലെ ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബ്ലൗസ് പീസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. നെറ്റ് കോട്ട ഫാബ്രിക്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഫുൾക്കാരി വർക്കും അതുപോലെ തന്നെ ത്രെഡ് എംബ്രോയിഡറി വർക്കും കൂടെ കൂടിയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലൗസ്. നമുക്ക് വേറെ സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ബ്ലൗസ് പീസ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു നെറ്റ് ഫാബ്രിക് ആണ്. വളരെ തിന്നായിട്ടുള്ള ഒരു നെറ്റ് ഫാബ്രിക് അല്ല. ഇതിന്റെ ഒരു മെറ്റീരിയലിന്റെ പാറ്റേൺ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നമുക്ക് സാരി ആയിട്ട് മാത്രമല്ല ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഫുൾ സാരി ഇതുപോലെ തന്നെ വരുന്നു. അതിലേക്ക് ഒരു സ്റ്റോൺ ആണ്, സിൽവർ കളർ സ്റ്റോൺസ് ആണ് വരുന്നത് കേട്ടോ. എൻഡിലേക്ക് ഇതുപോലെ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വരുന്ന ഒരു സെയിം കളർ ടോണിലേക്ക് കോട്ടൺ സിൽക്ക് ഫാബ്രിക് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അടുത്തത് നോക്കാം. തൊട്ട് മുമ്പ് കണ്ട സെയിം പാറ്റേൺ തന്നെയാണ്, മെറ്റീരിയൽ തന്നെയാണ് വീണ്ടും വരുന്നത്. നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നു. അതിലേക്ക് നമ്മൾ ഗോൾഡൻ കളർ സ്റ്റോൺസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ സെയിം തന്നെയാണ് ബാക്കിയെല്ലാം. ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെയിം ടോണിലേക്ക് തന്നെ ബ്ലൗസ് പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് കളർ ഷെയ്ഡിൽ വിചിത്ര സിൽക്കിൽ വരുന്ന പ്ലെയിൻ സാരിയാണ് കേട്ടോ. ത്രൂ ഔട്ട് ദ സാരി കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇതുപോലെ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മുന്താണിയിലേക്ക്. ഇതിന്റെ ഒരു അട്രാക്റ്റീവ് എന്ന് പറയുന്നതിന്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ്. ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഹക്കോബ പാറ്റേണും കൂടെ വരുന്ന കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് ഇതിലേക്ക് പെയർ ചെയ്യുന്നത്. നല്ല ഭംഗിയായിരിക്കും കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്യുമ്പോൾ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്കിൽ പ്ലെയിൻ സാരിയാണ്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് വരുന്നു. മുന്താണിയിലേക്ക് ഇതുപോലെ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി പോർഷൻ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിനകത്തേക്കും ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് വരുന്നത്. ആ ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിലേക്ക്
നല്ല ഒരു സെൽഫ് ഡിസൈനും അതുപോലെ തന്നെ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലുള്ള ഡിസൈനും കൂടെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൗസ് പീസും വരുന്നുണ്ട് കേട്ടോ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടൺ സാരിയാണ് കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നത് ഒരു മൾട്ടി കളർ കോമ്പിനേഷനിൽ നല്ല രസമായിട്ട് വരുന്ന കോട്ടൺ സാരി. ഇതാണ് അതിൻ്റെ പ്രിന്റുകൾ പോകുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത്. ആ കളറിൻ്റെ തന്നെ കോമ്പിനേഷൻ വരുന്നു ഇതുപോലെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടൺ സാരി തന്നെയാണ് കേട്ടോ. ഒരു വൈറ്റ് ആണ് ബേസ് ആയിട്ട് വരുന്നത്. അതിലേക്ക് ഒരു ഗ്രേഷ് ബ്ലൂ ഷെയ്ഡിന്റെയും ഒരു ബ്ലാക്കിന്റെയും എല്ലാം കോമ്പിനേഷൻ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെറിയൊരു ബോർഡർ ബ്ലാക്ക് കളറിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ബ്ലാക്ക് ബ്ലൗസ് ഇട്ട് പെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. മുന്താണി വരുന്നത് ഇങ്ങനെ. എൻ്റെ ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സാരി തന്നെയാണ്. അതിൽ ചുമടി പ്രിന്റുകൾ വരുന്നു. ബോർഡറിലേക്ക് ഇതുപോലെ മൾട്ടി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. ബോഡി ഇതുപോലെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസിന്റെ ബോർഡറിലേക്ക് സ്ലീവ് ബോർഡറിലേക്ക് ഈ ഒരു വൈൻ ഷെയ്ഡും പിങ്ക് ഷെയ്ഡും ബോഡിയിലേക്കുമാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് കേട്ടോ വരുന്നത്. ഒരു ബ്ലൂ ഷെയ്ഡ് അതിലേക്ക് ഇതുപോലെ ചുങ്കടി പ്രിന്റുകൾ പോകുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഒരു പിസ്ത ഗ്രീൻ കളർ ഷെയ്ഡിലേക്ക് കോൺട്രാസ്റ്റ് ബോർഡറും അതിലേക്ക് കലങ്കാരി പ്രിന്റുകളാണ് ചെയ്തേക്കുന്നത്. ആ ഒരു കലങ്കാരി പ്രിന്റിലേക്ക് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. സ്ലീവെന്റിലേക്ക് ഇതുപോലെ ചെറിയൊരു ബോർഡർ ആയിട്ട് ആ ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിലേക്കാണ്. ഒരു പോളി കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത്. അതിലേക്ക് ഇതുപോലെ പ്രിന്റുകളാണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള കളറും കോമ്പിനേഷനുമാണ്. മുന്താണി ഇതുപോലെ വരുന്നു. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ ചെറിയൊരു ലൈൻസ് അതിലേക്ക് സ്ട്രൈപ്സിന്റെ ഒരു പാറ്റേൺ അതിലേക്ക് പോകുന്നുണ്ട്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു സാരിയാണ്. നിങ്ങൾക്ക് സാരി ആയിട്ടും ഒരു ഫാൻസി സാരി ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ഫാബ്രിക്കുമാണ്. ആ ഒരു പാറ്റേൺ ആണ്. പല കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ഇതിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന ക്രേപ്പ് സിൽക്കിൽ വരുന്ന സാരിയാണ്. നല്ലൊരു മാങ്കോ യെല്ലോ ഗ്രീൻ കളർ കോമ്പിനേഷൻ, അതുപോലെ തന്നെ വയലറ്റ് കളറും അതിലേക്ക് വരുന്നുണ്ട്. അടിപൊളി സാരിയാണ്. ആ ഒരു വയലറ്റ് ഷെയ്ഡാണ് ബോർഡർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബോർഡറിന്റെ രണ്ട് സൈഡിലേക്കും ക്രോഷലേസും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട്. എങ്ങനെയാണ് സാരി വരുന്നത്? ഇതിന്റെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലും ക്രോഷലേസ് സിമ്പിൾ ആയിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. മുന്താണിലേക്കും ഇതുപോലെ എല്ലാം ബോർഡറിലേക്ക് ബ്ലൗസ് എല്ലാം ഇങ്ങനെ ക്രോഷലേസ് വരുന്നുണ്ട് കേട്ടോ. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ബോഡി ആ ഒരു വയലറ്റ് ഷെയ്ഡിലേക്കും സ്ലീവെന്റിലേക്ക് ഇതുപോലെ ആ ഒരു മാംഗോ ആ ഒരു ഷെയ്ഡിലേക്കുമാണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഒരു ബ്ലൂവിന്റെയും ഒരു ഗ്രീൻ കളറിന്റെയും കോമ്പിനേഷനിലേക്ക് വന്ന് ബോഡിയിലേക്ക് ഇതുപോലെ ചുമടി പ്രിന്റുകളാണ് പോകുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്ന രണ്ട് കളറിന്റെയും കോമ്പിനേഷനിലേക്ക് തന്നെയാണ് ബ്ലൗസ് പീസും പോകുന്നത്. ചെറിയൊരു ബോർഡറും അതിലേക്ക് വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് സെമി മൊഡാൽ ഫാബ്രിക്കിലേക്കാണ് കേട്ടോ. നല്ലൊരു ബ്രിക്ക് ഷീറ്റിലേക്ക് വരുന്നു. പ്രിന്റുകൾ വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകളാണ്. വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ്. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ ബേസിലേക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതെല്ലാം ത്രെഡിന്റെ ഒരു വീവിംഗ് ആണ് കേട്ടോ പോകുന്നത്. ബോർഡിലേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്തൊരു ബ്ലാക്ക് ഷെയ്ഡും ഇതുപോലെയാണ് ബോഡിയിലേക്ക്. വളരെ ചെറിയ പാറ്റേൺ ആണ് വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കോൺട്രാസ്റ്റ് ആയിട്ടാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ബൽഗാം പട്ട് സാരിയാണ് കേട്ടോ. നല്ലൊരു പീച്ച് കളറിലേക്കാണ് വരുന്നത്. അതിലേക്ക് സെൽഫ് ആയിട്ടുള്ളൊരു ബൂട്ട വേവിങ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടൊരു ഗോൾഡൻ കളർ ബോർഡറും കൂടെ വരുന്നുണ്ട്. ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് മുന്താണി വരുന്നത്. നല്ലൊരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിലേക്കാണ്. അതിലേക്കും ആ ഒരു ഗോൾഡൻ കളർ ജെറി വീവിംഗ് ആണ് പോകുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നു ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന മെറ്റീരിയൽ ബൽഗാം പട്ട് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. അതിന്റെ ബോർഡർ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ബോർഡറിലേക്ക് ഇതുപോലെ ത്രെഡിന്റെ ഒരു വീവിംഗ് ആണ് പോകുന്നത്. രണ്ട് സൈഡിലേക്കും ചെറിയ ബോർഡർ വരുന്നു. അതുപോലെ തന്നെ മുന്താണിയിലേക്കും നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡിന്റെ വീവിംഗ് ആണ് പോകുന്നത്. ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ ബ്ലൗസ് പീസ് വരുന്നു വിത്ത് ബോർഡറോട് കൂടിയിട്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്കിൽ വരുന്ന സാരിയുണ്ട്. പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് വരുന്നത്. അതിലേക്ക് ഇതുപോലെ ബോഡിയിലേക്ക് സ്കാറ്റേഡ് ആയിട്ട് ത്രെഡിന്റെ ഒരു വീവിംഗ് ആണ് ഈ ഒരു പാറ്റേണിലേക്ക് പോകുന്നത്. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ബോഡി പ്ലെയിൻ ആയിട്ട് ബോർഡറിലേക്ക് സ്ലീവിലേക്ക് ബോർഡറും കൂടെ വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലേക്കാണ്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഒരു പർപ്പിൾ ഷെയ്ഡിലേക്ക് വരുന്നു. ബോഡിയിലേക്ക് ഇതുപോലെ ആ ഒരു എന്താ പറയുക ഗോൾഡൻ ചെറിയുടെ ഒരു വീവിംഗ് ആണ്. ഒരു സർക്കിൾ ഷേപ്പിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു വീവിംഗ് ആണ് പോകുന്നത്. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. മുന്താണി നല്ല ഹെവി ആയിട്ട് ഇതുപോലെ വരുന്നു. ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രൊക്കേഡ് സാരിയാണ്. നല്ല ഭംഗിയുള്ള ഒരു റെയർ ആയിട്ട് കാണുന്ന ഒരു ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ബോർഡർ ഇതുപോലെ താഴത്തെ ബോർഡർ കുറച്ച് ഹെവി ആയിട്ടും
ടോപ്പ് ബോർഡർ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ബോർഡറുമാണ് വരുന്നത്. ബോഡിയിലേക്ക് വരുന്ന പാറ്റേൺ ഇങ്ങനെയാണ് കേട്ടോ. മുന്താണി വരുന്നത് ഇതാ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ബ്രൊക്കേഡാണ് ബ്ലൗസ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് സാരി വരുന്നതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണ് ഡിസ്പ്ലേയിൽ കാണുന്ന 3 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് റിട്ടേണോ എക്സ്ചേഞ്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. താങ്ക്